നമ്മൾ നേരത്തെ ADHD കുറിച്ച് സംസാരിച്ചിരുന്നില്ലേ? ADHD തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വരാം. അതായത് ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലായിട്ടുള്ളത് വരാം, അറ്റൻഷൻ സ്പാൻ അതിൽ പ്രശ്നങ്ങളായിട്ടുള്ളത്, ഇൻഅറ്റൻറ്റീവ്നെസ് ആണ് അതിൽ മേജർലി കാണുന്നതെന്ന് വരാം. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരാം. അങ്ങനെ ഒരു 3 തരത്തിലാണ് ഇതിൻ്റെ സിംറ്റംസ് വരുന്നത്. അതൊന്ന് ഇന്നത്തെ റീലിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ പ്രിഡോമിനൻ്റ്ലി ഇൻഅറ്റൻറ്റീവ്നെസ് വരുന്ന കേസുകളിൽ കൂടുതലും കാണുന്നത് പെട്ടെന്ന് എന്തെങ്കിലും മറന്നു പോവുക, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുക, ടാസ്ക് ചെയ്യാൻ ഇഷ്ടമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ടാസ്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഡൈവേർട്ട് ആവുക, പഠിക്കാനിരിക്കാൻ പറ്റില്ല, ഒരു സംഭവം കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ മൈൻഡ് മാറിപ്പോവുക. ഇതൊക്കെ പ്രിഡോമിനൻ്റ്ലി ഇൻഅറ്റൻറ്റീവ്നെസ് വരുന്നതിലുള്ള സിംറ്റംസ് ആണ്. ഇനി ഇത് ഹൈപ്പർ ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന ADHDയിലെ സിംറ്റംസ് ആണെങ്കിലോ അവർക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ക്യൂ നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഒരേ സ്ഥലത്ത് ഇരിക്കുക, പിന്നെ എപ്പോഴും ഫിഡ്ജറ്റ് ചെയ്യുക, ആൻസേഴ്സ് ഒക്കെ ബ്ലേർട്ട് ഔട്ട് ചെയ്യും. പിന്നെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ചിലപ്പോൾ ഇടയിൽ കയറി പറയും, ക്വസ്റ്റ്യൻ തീരുന്നവരെ വെയിറ്റ് ചെയ്ത് പറയുക. അങ്ങനെ പേഷ്യൻസ് ഒക്കെ കുറവായിരിക്കും. പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അറിയാലോ, ഇരിക്കാൻ പറ്റില്ല, ഓടി നടക്കുക, മരം ചാടി കയറുക, പിന്നെ ഫുൾ ടൈം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് തന്നെ തോന്നും എൻ്റെ ദൈവം എത്ര എനർജി എവിടെയാണെന്ന്. അങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം ഹൈപ്പർ ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആണ്.